ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ ഒരു സഹോദരിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ചിലപ്പോൾ അറിയാൻ സാധിക്കും. സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു സഹോദരിയാണ് മഞ്ജു ആന്റണി എന്നാണ് ഈ ഒരു സഹോദരിയുടെ പേര്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു സഹോദരിയുടെ വീഡിയോ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഗംഗാ നദിയിൽ പാല് കൊണ്ടുവന്ന് ഒഴുക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടായിരുന്നല്ലോ. നമ്മുടെ രാജ്യത്തെ അപമാനിക്കാനും നമ്മുടെ രാജ്യത്തെ പറയിപ്പിക്കാനും വേണ്ടി നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ഒരു ആചാരവുമായിട്ട് നടക്കുന്ന ഒരു വേട്ടാവളിയനെ നമ്മൾ സാധാരണ കാണാറുണ്ട്. ഇദ്ദേഹത്തിന് എസ്കോർട്ടായിട്ട് പോകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിയമപാലകരാണ്. അതായത് സ്വാമി ഉടുത്തിരിക്കുന്നത് ഈ പഴയ കോണകമാണ്. അപ്പൊ ഈ കോണാൻ ഉടുത്ത സ്വാമി ഈ നദിക്കകത്ത് പാലൊഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സഹോദരി വീഡിയോ ചെയ്തത്. അവർ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, ഈ ഒഴുക്കി കളയുന്ന പാല് എത്രയോ ആളുകൾ അവിടെ പട്ടിണി കിടക്കുന്ന ആൾക്കാർ, നമ്മുടെ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ പട്ടണം വിട്ടിട്ട് നമ്മൾ ഉൾഗ്രാമങ്ങളിലേക്ക് കയറുകയാണെങ്കിൽ വിദ്യാഭ്യാസം എത്താത്ത സ്ഥലം, കറണ്ട് എത്താത്ത സ്ഥലം, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത സ്ഥലം, ഭക്ഷണം കറക്റ്റായിട്ട് കിട്ടാത്ത ഒരുപാട് പ്രദേശങ്ങൾ ഇന്നും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. കാരണം നമ്മൾ 5Gയിലേക്ക് കുതിച്ചുയരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ദാരിദ്ര്യത്തിൽ അങ്ങേയറ്റം അടിപ്പെട്ട് കിടക്കുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ കൂടെയാണ് ഇങ്ങേര് ഈ സാധനം ഉടുത്തുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുന്നത്. എന്തായാലും സ്വാമി ബെർമൂഡായോ അല്ലെങ്കിൽ പാൻഡോ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവര് പാവന്റ് സ്വാമിയോ അല്ലെങ്കിൽ ബെർമൂഡ സ്വാമി എന്ന് വിളിക്കാം. ഒഴുക്കി കളയുന്നത് അത് ശരിയല്ല. അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കണം എന്നാണ് ആ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഈ അനന്തപുരി വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയൻ, ഒരു പരമചെറ്റ, ഇവൻ സത്യം പറഞ്ഞാൽ ഇവനിക്ക് ജന്മം നൽകിയിട്ടുള്ള പ്രൊഡ്യൂസറെ ഉണ്ടല്ലോ പറയിപ്പിച്ചുകൊണ്ടിരിക്കുക. അമ്മാതിരി തെറിയാണ് ഈ നായക്ക് കമന്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇവന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കോഴിക്കോട് 50 വയസ്സുള്ള ഒരു RSSകാരനായിട്ടുള്ള ഒരു പരനാറി, അവൻ ഈ ശാഖയിൽ കുഞ്ഞുനാൾ മുതലേ പോയി പഠിച്ചിട്ടുള്ള ആ പരിപാടിയാണല്ലോ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ കിടന്ന് കാണിക്കുന്നത്. അതായത് അവർക്ക് അമ്മയെന്നോ പെങ്ങളെന്നോ കുഞ്ഞുങ്ങളെന്നോ ഒന്നും ഒരു നോട്ടവുമില്ലല്ലോ. അങ്ങനെ ആ ഒരു പീഡന പരാതി പുറത്തു വന്നപ്പോൾ നമ്മുടെ അരുൺ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിന്റെ ആങ്കർ ആ ഒരു വീഡിയോ ചെയ്തു. അതിന് അവന്റെ വീട്ടിലിരിക്കുന്ന അമ്മയും പെങ്ങളെയും മക്കളെയൊക്കെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുള്ള ഈ നാറി, ഇവൻ ഈ സംഘപരിവാറിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാണല്ലോ ഇവൻ അങ്ങോട്ട് രക്തം തിളയ്ക്കാൻ ബൈജുവിന്റെ ചേട്ടനായിട്ട് ഈ നായ മാറാറുണ്ട്. ഇപ്പൊ എന്തായാലും നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരി ഉണ്ടല്ലോ, നല്ല കിടുക്കാച്ചി ഒരു മറുപടി ഇവന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇവനെതിരെ നിയമ നടപടിക്കൊക്കെ ആ സഹോദരി പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സമൂഹത്തിൽ RSSനെയും BJPയും കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെ കുറിച്ചിട്ട് തുറന്നു പറയുമ്പോൾ സ്ത്രീ ആണ് എന്ന ഒരു പരിഗണന പോലും കൊടുക്കാതെയാണ് ഈ നായ ഈ സഹോദരിയെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അതേ നാണയത്തിൽ അതേ ഭാഷയിൽ തന്നെ ആ സഹോദരി മറുപടി കൊടുക്കുന്നുണ്ട്. സഹോദരിമാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇതുപോലുള്ള സമൂഹ വിരുദ്ധന്മാരായിട്ടുള്ള നഹാറികൾ വന്ന് എന്തെങ്കിലും കൊണയടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ഈ വീഡിയോ കണ്ടു നോക്കാം. എടാ അനന്തപുരി ബ്ലോഗ്സേ, എടാ പരമ ചെറ്റെ നായിക്കുണ്ടായവനെ ഇങ്ങനെ തന്നെ ഞാൻ പറയും. അപ്പൊ ഈ വീഡിയോ കാണുന്നവർ ഞാൻ കുറച്ച് മോശമായിട്ട് സംസാരിച്ചു, ഇങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയുള്ളവരോട് ഇതിലപ്പുറം എനിക്ക് അവനെ പറയണം എന്നുണ്ട്. പക്ഷെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് മാത്രം കുറച്ച് ഞാനൊന്ന് നിയന്ത്രിച്ചിട്ടുണ്ട്. എന്നാലും എനിക്ക് പറ്റുന്നില്ല. അപ്പം അനന്തപുരി ബ്ലോഗ്സ്, എടാ അനന്തപുരി ബ്ലോഗ്സ് നല്ലടാ നിന്റെ ചാനലിൽ ഇടേണ്ട പേര്. അത് അനന്തപുരി എന്നൊക്കെ പറയുന്നത് വലിയ നല്ല മഹത്തായിട്ടുള്ള ഒരു പേരാ. അങ്ങനെയുള്ള ഒരു പേര് നിന്നെ പോലെ ഒരു പരമ തെണ്ടിയുടെ പരമ ചെറ്റയുടെ ചാനലിൽ യോജിച്ചതല്ല. അപ്പൊ അവൻ എനിക്കെതിരിട്ട് ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. മഞ്ജു ആന്റണി ഫേസ്ബുക്കിലാണ് ഈ ഉണ്ടാക്കൽ എത്തിയിരിക്കുന്നത്. കുംഭമേളയുമായി ഈ മഞ്ജു ആന്റണി എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താണ് ബന്ധം? ഒന്ന്, എടാ ഞാൻ ഇട്ട വീഡിയോക്കകത്ത് കുംഭമേളയുടെ വീഡിയോ അല്ല. ആദ്യം നീ അത് മനസ്സിലാക്കുക. അതുപോലും മനസ്സിലാക്കാത്ത നീ എന്തൊരു ഊളയാടാ. കുംഭമേളയുടെ വീഡിയോ അല്ല, കുംഭമേളയുടെ വീഡിയോ ആണെന്നും പറഞ്ഞിട്ട് പലരും തെറ്റിദ്ധരിച്ചിട്ടാണ് ആ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കുംഭമേളയുടെ വീഡിയോ അല്ല. അപ്പൊ പിന്നെ കുംഭമേളയെ കുറിച്ചിട്ട് എനിക്ക് എന്താണ് അറിയാനുള്ളത്? അതെന്താടാ, എന്റെ പേര് മഞ്ജു ആന്റണി എന്നായതുകൊണ്ടാണോ? ബാക്കി കൂടെ കേൾക്കാം. കുംഭമേളയിലെ സ്വാമി പാല് പുഴയിൽ ഒതുക്കുന്നു, അത് പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ എന്നാണ് ഈ മഞ്ജു ആന്റണി ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നു, ഈ പുറത്ത് കളയുന്ന പാല് മൊത്തവും മഞ്ജു ആന്റണിക്ക് വേണമെങ്കിൽ ഒരു കുടവും കൊണ്ട് അങ്ങോട്ട് പോവുക. നേരം വെളുക്കം ഇറങ്ങിയാൽ മതി. ഇരുട്ടപ്പം ഒരു കുടം പാല് കിട്ടും. ഇനി സ്വാമിയുടെ പാല് വേണമെങ്കിൽ അങ്ങോട്ട് പോവുക. സ്വാമി നിങ്ങൾക്ക് തരും. ഇപ്പൊ നീ പറഞ്ഞ പാലുണ്ടല്ലോ, അത് നിന്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കടാ. അല്ലെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലൊരു പെണ്ണുമ്പിള ഉണ്ടാവുമല്ലോടാ, നിന്നെ സഹിക്കുന്ന നിന്റെ ഭാര്യ, അവൾക്ക് കൊണ്ട് കൊടുക്കടാ. അപ്പൊ നിന്റെ പ്രധാന ജോലി നിന്റെ ഭാര്യ നിന്റെ അമ്മേനെ ഇങ്ങനെ കൊണ്ട് നടന്ന് പാല് കുടിപ്പിക്കലായിരിക്കും.
അപ്പൊ എല്ലാ പെണ്ണുങ്ങൾക്കും നീ പറഞ്ഞ പാല് വേണ്ട. പിന്നെ ഈ സാമി വെള്ളത്തിൽ ഒഴിച്ചു കളിക്കുന്ന പാലിന് കുടവുമായിട്ട് കൊണ്ട് നടക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം എന്റെ വീട്ടിൽ നന്നായിട്ട് പശുവിനെ വളർത്തുന്നുണ്ട്. ഒരു 3-4 പശുവുണ്ട്. അത്യാവശ്യം ഒരു വീട്ടിൽ വേണ്ട പാല് ഞങ്ങൾ വളർത്തുന്ന പശുവിൽ നിന്ന് കിട്ടുന്നുണ്ട്. അല്ലാതെ എനിക്ക് കുടവും കൊണ്ട് നടക്കണ്ട നിന്നെ പോലെ പാല് തായോ എന്ന് പറഞ്ഞു. ഇതൊരു വിശ്വാസത്തിന്റെ പുറത്ത് ആ പുഴയിൽ ഒഴുക്കുന്ന പാല് തന്റെ കുടുംബത്തിൽ നിന്നോ തന്റെ സ്ത്രീധന തുകയെടുത്തോ തന്റെ അച്ഛൻ ആന്റണി എന്ന് പറയുന്ന അല്ലെങ്കിൽ തന്റെ ഭർത്താവിന്റെയോ കുടുംബ സ്വത്തോ എടുത്തിട്ടല്ല മഞ്ജു ആന്റണി ആ കുംഭമേള അവിടെ നടക്കുന്നത്. എടാ നാറി, അത് കുംഭമേളയിൽ ഒഴിച്ച പാലല്ലടാ. ഗംഗാ നദി ശുദ്ധമാക്കാൻ വേണ്ടി ഗംഗാ നദിയിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് കണ്ടത്. അത്രയും പാല് വെള്ളത്തിൽ കലക്കി കളയുന്നത് ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്തുകൂടെ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ ഒരു മതത്തിന്റെ ആചാരത്തെ അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നീ ഇതിനകത്ത് പറയുന്നുണ്ട് കോണക സ്വാമി എന്ന് വിളിച്ചു എന്ന്. എടാ, ആ സ്വാമി ഉടുത്തിരിക്കുന്നത് ട്രൗസർ ആണോ അല്ലെന്നുണ്ടെങ്കിൽ മുണ്ടാണോ കൈലിയാണോ പാന്റാണോ? അല്ലല്ലോ, കോണകമല്ലേ ഉടുത്തിരിക്കുന്നത്. നീ പറഞ്ഞല്ലോ പുരാതന കാലത്ത് സ്വാമിമാർ ഉടുത്തതാണ് കോണകം, അതുകൊണ്ട് അതിനെ തെറ്റായിട്ട് എന്തിനാ കാണുന്നതെന്ന്. കോണകം ഉടുത്ത ഒരാളെ കോണക സ്വാമി എന്ന് ഞാൻ പറഞ്ഞു. ആ വീഡിയോ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. നീയൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടും ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടില്ല. ഒരാൾ കോണകം ഉടുത്ത് വന്ന് പൊതുസമൂഹത്തിൽ നിന്നപ്പോ അതിനെ ഞാൻ വിമർശിച്ചു. നീ ഇവിടെ പുരാതന കാലത്തെ കഥകളെ കുറിച്ചിട്ട് പറയുന്നുണ്ടല്ലോ. ആദവും ഹവ്വയും പൂർണ്ണ നഗ്നരായിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. അവർക്ക് നാണം എന്തെന്ന് അറിയത്തില്ലായിരുന്നു, അവർക്ക് ഡ്രസ് ഇട്ടിട്ടില്ലായിരുന്നു. അവര് പൂർണ്ണ നഗ്നയായിട്ടാണ് അവര് ആ ഒരു കാട്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത്, ആദിമ മനുഷ്യര്. അതിനുശേഷം അവർ പാപം ചെയ്തപ്പോഴാണ് അവർക്ക് നാണം വന്നതും അവർ ഇലകൾ എടുത്ത് മറച്ച് അവരുടെ നാണം മറച്ചതും. അതിനു മുമ്പ് വരെ, അവർ പാപം ചെയ്യുന്നതിന് മുമ്പ് വരെയും അവർ പൂർണ്ണ നഗ്നയായിട്ടാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് കരുതിയിട്ട് ആദവും ഹവ്വയും ഡ്രസ് ഇടാതെ നടന്നു എന്ന് കരുതിയിട്ട് ഇന്നത്തെ മനുഷ്യര് പൊതുനിരത്തിലോട്ട് ഡ്രസ് ഇടാതെ നടക്കുമോ? അംഗീകരിക്കുമോ ജനങ്ങള്? ആദവും ഹവ്വയും ഡ്രസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അന്ന് അവര് പൂർണ്ണ നഗ്നരായിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. എന്നാൽ ഇനി മുതൽ ഞങ്ങളും പൂർണ്ണ നഗ്നരായിട്ടാണ് ജീവിക്കാൻ പോകുന്നത്, അതാണ് വിശ്വാസം, അതാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് നടന്നാൽ മതിയോ? അങ്ങനെ പൂർണ്ണ നഗ്നരായിട്ട് ഈ പൊതുനിരത്തിൽ പൊതുസമൂഹത്തിൽ ഇറങ്ങി നിന്നാല് ആൾക്കാർ വിമർശിക്കില്ലേ? കല്ലെടുത്തെറിയും. ആ സ്വാമിയെ അധിക്ഷേപിക്കുക ഒന്നും ചെയ്തിട്ടില്ല. കോണക കൊടുത്താളെ പിന്നെ കോണക സ്വാമി നല്ലത് പിന്നെ എന്താടാ പറയുന്നത്? പിന്നെ ആ വീഡിയോ തന്നെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടാ. ഹിന്ദു മതത്തിലുള്ളവരും മുസ്ലിം മതത്തിലുള്ളവരും ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി. അതിനകത്ത് എല്ലാ വീഡിയോയ്ക്കും വലിയ റീച്ച് ഒന്നുമില്ല. പക്ഷെ നീ എന്റെ ഫോട്ടോ ഒക്കെ അങ്ങോട്ട് കണ്ണയിലൊക്കെ കൊടുത്തിട്ട വീഡിയോക്ക് ഒരു 222K വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നീ വിചാരിച്ച പോലെ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നീ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോയിലും വർഗീയത കലർത്തിക്കൊണ്ടുള്ള വീഡിയോസ് ആണ്. വേറൊരു പെൺകുട്ടിയുടെ വീഡിയോ നീ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു മതക്കാരുടെ ഒക്കെ വീഡിയോസ് എടുത്തിട്ടാണ് നീ വർഗീയത കലർത്തി നീ ഇങ്ങനെ വിഷം തുപ്പുന്നത്. അപ്പൊ എനിക്കിത് വേറൊരുത്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല 8ന്റെ പണി തന്നെ ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പണി നിനക്കാ. ഇത് ഞാൻ പോട്ടേന്ന് വിചാരിക്കത്തില്ല. നല്ല 8ന്റെ പണി തന്നെ നിനക്ക് ഞാൻ തന്നിരിക്കും. നിനക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സ്ത്രീകളെ ഇമ്മാതിരി തോന്നിവാസം പറയാൻ ആരാണ് നിനക്ക് പെർമിഷൻ തന്നത്? നിനക്ക് റിയാക്ട് ചെയ്യാം, നിനക്ക് മാറി എന്നെ റിയാക്ട് ചെയ്യാമായിരുന്നു. പക്ഷെ നീ അതിൽ ഉപയോഗിച്ച ഭാഷ അത് ഞാൻ വെറുതെ വിടുമെന്ന് നീ സ്വപ്നത്തെ വിചാരിക്കണം. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന വർഗീയത തുപ്പുന്ന എല്ലാ വിഷജന്തുക്കളെയും വലിച്ചെറിഞ്ഞ് ചവറ്റുകൊട്ടയിലിടണം. അതാണ് വേണ്ടത്. മതം ഏതായാലും മനുഷ്യർ നന്നായാൽ മതി എന്ന് പറയാൻ ആദ്യം നീ പഠിക്കടാ, നായ്ക്കുണ്ടായവനെ. ഇത്രയും വർഗീയത തുപ്പുന്ന നീ എന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കടാ. ക്രിസ്ത്യൻ മതത്തിലുള്ളവർ മാത്രമല്ലടാ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ വീഡിയോ കാണുന്നത്, എല്ലാ മതത്തിലുള്ളവരുണ്ടടാ. എന്റെ വീഡിയോയുടെ അടിസ്ഥാനം ഒരു മതമല്ലടാ, ഒരു രാഷ്ട്രീയമല്ലടാ. ഞാൻ സമൂഹത്തിൽ കാണുന്ന അനീതികളെ എതിർക്കുന്ന ഒരാളാണ്. വിമർശിക്കുന്നത് തെറ്റ് കണ്ടാൽ ഞാൻ വിമർശിക്കും. അതിന് ഏത് കൊമ്പത്തുള്ളവനാണെങ്കിലും ഞാൻ വിമർശിക്കും. ഒരു സ്ത്രീയെ ബഹുമാനിക്കാൻ കഴിയാത്ത നീ ആണോടാ മതത്തെ കുറിച്ച് പറയുന്നത്? നീ എടുത്തു പറയുന്നുണ്ടല്ലോ മഞ്ജു ആന്റണിന്ന്. അതെ, മഞ്ജു ആന്റണി ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു വീഡിയോയില്ലേ, അതായത് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന്റെ തൊട്ട് മുമ്പിലാണ് ഈ പറയപ്പെടുന്ന ആസാമി ഈ കൊട്ടയും കാണിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ആണോ ഉളുപ്പോ ഇവരിക്കൊക്കെ ഉണ്ട്. ആ പെൺകുട്ടികൾ ഇരുന്ന് ചിരിക്കുന്നെങ്കിൽ കണ്ടില്ലേ? അപ്പൊ ഈ സ്വാമി തന്നെയായിരുന്നു ഈ ഗംഗാ നദിയിലേക്ക് ഈ പാലൊഴുക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് സഹോദരി റിയാക്ട് ചെയ്തത്. സത്യത്തിൽ കുംഭമേള എന്താണെന്നോ കുംഭമേളയുടെ അടിസ്ഥാനം എന്താണെന്നോ പോലും അറിയാത്ത ഈ മരപ്പൊട്ടനായിട്ടുള്ള ഈ വേട്ടാവളിയൻ, സത്യത്തിൽ ഇവനെ ഇങ്ങനൊന്നും അല്ല നമ്മൾ വിളിക്കേണ്ട ഭാഷ വേറെയാണ്. എന്താണെങ്കിലും ഈ സഹോദരി ചെയ്തിട്ടുള്ള വീഡിയോയ്ക്ക് റിയാക്ഷൻ ചെയ്തപ്പോൾ ഈ നായി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അതായത് സ്വാമിയുടെ പാല് വേണമെങ്കിലും നിനക്ക് തരുമെന്ന്, അതിന് നല്ല കൃത്യമായിട്ടുള്ള മറുപടി അടിച്ചവന്റെ അണ്ണാക്കി തന്നെ ആ സഹോദരി കയറ്റി കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ആ വീട്ടിലിരിക്കുന്ന തന്തയും തള്ളയൊക്കെ പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്? എന്തായാലും ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി പഠിക്കുന്ന സംഭവങ്ങളാണല്ലോ ഇവനൊക്കെ വന്നിരുന്നോണ്ട് ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം ഈ സെപ്റ്റി ടാങ്കിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സമൂഹത്തിലെ നല്ലവരായിട്ടുള്ള സഹോദരങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ ശക്തമായ ഭാഷയിൽ വിമർശിക്കേണ്ടത് ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ജനങ്ങളാണ്. ഇവിടെ ഒരു വിശ്വാസത്തെയോ അല്ലെങ്കിൽ ഇവിടെ മറ്റു മതവിഭാഗങ്ങളുടെ ആചാരങ്ങളെ കുറിച്ചിട്ടൊന്നും ആരും വിമർശിക്കാൻ തയ്യാറല്ല. പക്ഷെ ഇതുപോലത്തെ പൊട്ടത്തരങ്ങൾ കാണിക്കുമ്പോൾ അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട, എന്റെ മതത്തിൽപ്പെട്ടിട്ടുള്ള ചില ഞരമ്പ് രോഗികളായിട്ടുള്ള ചില ഉസ്താക്കന്മാരും ചില സ്വയം തങ്ങൾ ചമഞ്ഞടക്കുന്ന ചില വേട്ടാവളിയന്മാരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്യണം. അതായത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഇതുപോലത്തെ മരപ്പട്ടി വാണങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോകും. അത് പറയുമ്പോൾ ആ പറയുന്ന ആളെ മാത്രം വിമർശിക്കുക, അല്ലാതെ
അവരുടെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെയും ഭർത്താവിനെയും കുട്ടികളെയും കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ നാറിയുടെ പല്ലടിച്ച് കൊഴിക്കാൻ സ്ത്രീ സമൂഹം ഇനി പുറത്തേക്ക് വരും. എന്തായാലും നീ ആ ടാങ്കിൽ നിന്ന് ഒന്ന് ഇറങ്ങി പുറത്തേക്കൊട്ടൊന്ന് വന്ന് നിന്റെ മോന്തെ ഒന്ന് കാണിക്കും. അപ്പം നീ വിവരം അറിയും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകളിൽ ലൈക്ക് വെക്കുക. ഇന്ന് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് കൊടുക്കുക. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതൊരു എല്ലാവർക്കും